ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേമിയ പായസം ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് സേമിയാണ്. ഇവിടെ വറക്കാത്ത സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര വേണം. അടുത്തതായിട്ട് വേണ്ടത് പാലാണ്. 1.25 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 5 കപ്പ് പാല്. ഫുൾ ക്രീം മിൽക്കാണ് ഈ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഫുൾ ക്രീം മിൽക്കിൽ ചെയ്യുമ്പോഴാണ് പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ എടുത്ത് വെച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലോട്ട് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നിറം മാറി വരണേ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. മുന്തിരിയും പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വീർത്ത് വരുന്ന വരെ ഫ്രൈ ചെയ്തെടുത്തു. അതേ പാനിലോട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് സേമിയ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സേമിയയുടെ നിറം ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നിറം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച 1.25 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സേമിയൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ പാല് നേരത്തെ തന്നെ തിളപ്പിച്ച് വെച്ചിരുന്ന പാലാണ്. അങ്ങനെ തിളപ്പിച്ച് വെച്ച ചൂടുള്ള പാലാണ് സേമിയയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഈ പാലെല്ലാം നന്നായിട്ട് തിളച്ച് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ പാല് തിളച്ചു പോവും. ഇപ്പോൾ ഇവിടെ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ സേമിയ വെന്ത് കിട്ടാനായിട്ട് 15 മിനിറ്റ് സമയമാണ് എടുത്തത്. അപ്പോൾ 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ സേമിയ വെന്തോന്നൊന്ന് നോക്കുക. സേമിയ വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച 3/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. സേമിയ ശരിക്കും വെന്ത് കിട്ടിയ ശേഷം മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സേമിയ അധികം വേവില്ല. പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട്സും മുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ നെയ്യോടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഞാനിവിടെ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ പായസം കുറച്ച് നേരം ഇരുന്നൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ പായസം ഇതുപോലെ ഒന്ന് കുറുകി വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ സേമിയ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കണം. താങ്ക്